Happy morning, children. Welcome to our channel Learn Well. Today we are going to learn the first chapter in the first unit of 6th standard. ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. So before getting into the class, I'll tell you one thing. It is better to study a language in that language itself. ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ അത് ആ ഭാഷയിൽ തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. If you are not able to understand the things as such, you can convert it into your mother tongue. നമ്മൾ കേൾക്കുന്ന കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയിട്ട് അത് നമ്മുടെ മാതൃഭാഷയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പഠിക്കാം. So don't feel bad that I don't know English. I don't have much vocabulary or words in my mind, so I am not going to speak English. No, don't think like that. നിങ്ങൾക്ക് വേർഡ്സ് അറിയില്ല, നിങ്ങൾക്ക് വൊക്കാബുലറി കുറവാണെന്നൊക്കെ തോന്നിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ മടി തോന്നരുത്. യൂസ് യുവർ ഇംഗ്ലീഷ്, ദെൻ ഓൺലി യു വിൽ ഇംപ്രൂവ് യുവർ സെൽഫ്. ഓക്കെ, ഭാഷ ഉപയോഗിച്ച് ശരിയാവുന്ന സാധനമാണ്. സോ continue speaking English. Okay, if you are not getting any words, you just substitute it with a word that you know in Malayalam. ഒരു സെൻറ്റൻസ് പറയുമ്പോൾ വേർഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു മലയാള വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. So children, let's get into the unit. The name of the unit is Rain of Love. In this unit, you have 2 prose and 1 poem. You are all familiar with the word poem. You know what is a prose? A prose is a short story in a simple language. Okay. വളരെ ലളിതമായ ഭാഷയിലുള്ള ഒരു കഥയ്ക്കാണ്, ചെറുകഥക്കാണ് നമ്മൾ പ്രോസ് എന്ന് പറയുന്നത്. So first you are going to learn the first prose, Life with Grandfather by Keshavan Shankara Pilla. Before the chapter, let us see what is the theme of the unit. Theme of the unit is nothing but it is about the bondage or the depth of relationships in families. Okay, the deep bondage of human relationships in our family. നമ്മളെല്ലാവരും എങ്ങനെയാണ് ജീവിക്കുന്നത്? കുടുംബങ്ങളിലാണ് ജീവിക്കുന്നത്. കുടുംബങ്ങളുടെ ഫാദർ, മദർ, ഗ്രാൻഡ് പാരൻറ്റ്സ്, അങ്ങനെ ലോട്ട്സ് ഓഫ് മെമ്പേഴ്സ് വിൽ ബി ദർ ഇൻ അവർ ഫാമിലി, റൈറ്റ്? ആൻഡ് ദിസ് യൂണിറ്റ് ഡീൽസ് വിത്ത് ദ ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്സ് ഇൻ ഫാമിലി. കുടുംബങ്ങളിലുണ്ടാവുന്ന ബന്ധങ്ങളുടെ ബ്യൂട്ടിയെക്കുറിച്ചും അതിൻ്റെ ഒരു മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ ഡെപ്തിനെ കുറിച്ചും അതിൻ്റെ ആഴത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. Before starting the chapter, there is a tree is given in the textbook. You are asked to fill the branches of the tree or the leaves of the tree. Some questions are asked there. How many members are there in your family? നിങ്ങളുടെ കുടുംബത്തിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? Who are they? ആരൊക്കെയാണത്? Here is a family tree. A family tree is given. Collect details of your parents, grandparents, great-grandparents, etc. You are asked to collect the details of your parents, their parents, and their parents' parents, right? So you are supposed to collect the details and fill this tree. Okay, you can do it from home. Now let us see about the author. So we have already said about the author. The author is Keshavan Shankara Pilla. He was born in 1902 and died in 1989. ഇദ്ദേഹം ജനിച്ചത് 1902 മരിച്ചത് 1980 നോൺ ആസ് ശങ്കർ. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ശങ്കർ എന്നുള്ള പേരിലായിരുന്നു. വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. അദ്ദേഹം ഒരു ഇന്ത്യൻ കാർട്ടൂണിസ്റ്റും എഴുത്തുകാരനുമായിരുന്നു. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂൺസ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ കാർട്ടൂണുകളുടെ പിതാവെന്നാണ്. ഹി ഈസ് പെർട്ടിക്കുലർലി
ഫോർ ഹിസ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പൊളിറ്റിക്കൽ കാർട്ടൂൺസ് ആയിരുന്നു. ഹി ഈസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957. അദ്ദേഹത്തിൻ്റെ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം 1957 തുടങ്ങി വെച്ചു. ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1965. 1965 ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾസ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു സംരംഭവും അദ്ദേഹം തുടങ്ങി വെച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ശങ്കർ വോൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ ഇൻ 1956. അദ്ദേഹം 1956 പത്മശ്രീയും 1966 പത്മഭൂഷണും 1976 പത്മവിഭൂഷണും കരസ്ഥമാക്കിയിരുന്നു. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ. നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ. എ ഫിക്ഷൻ മീൻസ് ആൻ ഇമാജിനറി സ്റ്റോറി. ഒരു സാങ്കല്പിക കഥക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫിക്ഷൻ. സോ ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1953. 1953 ഈ കൃതി പബ്ലിഷ് ചെയ്തിരുന്നത്. എ പിക്ചർ ഈസ് ഗിവൺ ഇൻ ദ ബിഗിനിങ്. Some questions also are there. This is Raja's family. Can you guess who the members of his family are? രാജൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? Who does Raja like the best in his life? രാജയുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? Read the story and find out the answers to these questions. നമുക്ക് സ്റ്റോറി വായിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസിലുള്ള ആൻസേഴ്സ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, My home is the subtitle of this story. Life with Grandfather is the title and My home is the subtitle. ഈ സ്റ്റോറി കൊടുത്തിരിക്കുന്നത് സബ്ടൈറ്റിൽസോട് കൂടിയാണ്. So let's start the story. Everybody called me Raja. It is not my real name, but I liked being called Raja. I lived with my grandfather and grandmother. They were my guardians. My mother died when I was young. My father left me with my grandparents who brought me up. So Raja's actual name was not Raja, but everybody called him Raja and he loved being called Raja. രാജൻ്റെ പേര് രാജ എന്നായിരുന്നില്ല, ശരിക്കുള്ള പേര് രാജ എന്നായിരുന്നില്ല. പക്ഷെ രാജനെ എല്ലാവരും രാജ എന്ന് വിളിക്കുന്നത് രാജയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. I lived with my grandfather and grandmother. അവൻ ആരുടെ കൂടെയാണ് ജീവിച്ചത്? ഗ്രാൻഡ് ഫാദറിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും കൂടെയാണ്. അവരായിരുന്നു അവൻ്റെ രക്ഷിതാക്കൾ. അവൻ്റെ അമ്മ അവൻ ചെറുതായിരുന്ന സമയത്ത് തന്നെ മരിച്ചു പോയതാണ്. അങ്ങനെ അവൻ്റെ അച്ഛന് എന്ത് ചെയ്തു? ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്താക്കിയിട്ട് പോയി. അങ്ങനെ ഗ്രാൻഡ് പാരൻസാണ് രാജനെ വളർത്തിയത്. We lived in a large house, but we were a small family. There were grandfather, grandmother, uncle and I. We had many relatives, but they lived in their own houses. അപ്പം രാജ ജീവിച്ചത് ഒരു വലിയ വീട്ടിലാണ്. പക്ഷെ അവരെന്തായിരുന്നു? വളരെ ചെറിയ ഫാമിലി ആയിരുന്നു. ബട്ട് ദേ ലിവ്ഡ് ഇൻ എ വെരി ബിഗ് ഹൗസ്. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും അങ്കിളും രാജയും മാത്രമാണ് ആ വലിയ വീട്ടിൽ താമസിച്ചത്. അവർക്ക് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. ദേ ഹാഡ് മെനി റിലേറ്റീവ്സ് ബട്ട് ദേ ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഹൗസസ്. പക്ഷെ അവരൊക്കെ ജീവിച്ചത് അവരുടെ സ്വന്തം വീടുകളല്ലായിരുന്നു. ഓക്കെ. Grandfather was a tall, strong man. He always spoke in a loud voice. He knew everyone in the village. People respected him. They came to him for advice and help. Grandfather എങ്ങനെയുള്ള ആളായിരുന്നു? He was a very strong man. നല്ല ഉയരമുള്ള നല്ല സ്ട്രോങ് ആയ ഒരു ആളായിരുന്നു ഗ്രാൻഡ്. He always spoke in a loud voice. നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നു രാജയുടെ ഗ്രാൻഡ്. വില്ലേജിലുള്ള ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഗ്രാൻഡ് ഫാദറിന് അറിയാം. പീപ്പിൾ റെസ്പെക്റ്റഡ് ഹിം. ആളുകൾ അദ്ദേഹത്തെ നന്നായിട്ട് ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഉപദേശങ്ങളും സഹായങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ വാസ് കൈൻഡ് ആൻഡ് ജെൻറൽ. ഗ്രാൻഡ് മദർ എങ്ങനെയുള്ള ഗ്രാൻഡ് മദർ ആയിരുന്നു? ഷി വാസ് വെരി കൈൻഡ്. നല്ല ദയുള്ള നല്ല കരുണയുള്ള ഒരു പാവം ഗ്രാൻഡ് മദറായിരുന്നു രാജൻ്റെ ഗ്രാൻഡ് മദർ.
ഷീ ടുക്ക് ഗുഡ് കെയർ ഓഫ് മീ. എന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ഷീ വുഡ് ഫോളോ മീ ലൈക്ക് എ ഷാഡോ. ഒരു നിഴല് പോലെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. ലൈക്ക് സെയിങ് ഡ്രിങ്ക് ദിസ് മിൽക്ക് ഓർ ഈറ്റ് യുവർ ഫുഡ് ഓർ ഹാവ് യുവർ ബാത്ത്, ഗോ ടു ബെഡ്. അങ്ങനെ പാല് കുടിക്ക്, ഭക്ഷണം കഴിക്ക്, കുളിക്ക്, കടന്നുറങ്ങ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്ന ഒരു മുത്തശ്ശിയാണ് എൻ്റെ മുത്തശ്ശി. രാജ പറയാണ്, ഐ ഡിഡ് നോട്ട് ലൈക്ക് ദിസ് ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. എനിക്കിത് ഇഷ്ടമല്ല, ഗ്രാൻഡ്മ ഇങ്ങനെ പിന്നാലെ നടന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ ഐ ലവ്ഡ് ഹെർ വെരി മച്ച്. എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. മൈ അങ്കിൾ വാസ് യങ് ആൻഡ് വെരി ക്ലവർ. അപ്പം ഫാമിലിയിൽ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അങ്കിൾ ആൻഡ് രാജ. ഹീസ് നൗ ടോക്കിംഗ് അബൌട്ട് ദ അങ്കിളിനെ കുറിച്ചാണ് ഇപ്പോൾ അവൻ പറയുന്നത്. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അങ്കിൾ എങ്ങനെയുള്ള ആളായിരുന്നു? വളരെ ചെറുപ്പക്കാരനായ ഒരാളായിരുന്നു അങ്കിൾ. ഹി വാസ് വെരി ക്ലവർ. നല്ല ഇൻ്റലിജൻ്റ് ആയിരുന്നു. ഹി വാസ് വെരി ക്ലവർ മീൻസ് നല്ല ബുദ്ധിമാനായിരുന്നു അങ്കിൾ. ഹി ഹെൽപ്ഡ് ഗ്രാൻഡ് ഫാദർ ഇൻ ലുക്കിംഗ് ആഫ്റ്റർ ഹിസ് ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ്. അങ്കിള് ഗ്രാൻഡ് ഫാദറിനെ പാടത്തും പറമ്പത്തുള്ള പണികളിലൊക്കെ സഹായിച്ചിരുന്നു. പീപ്പിൾ ലൈക്ഡ് ഹിം ആൻഡ് ഐ ടു ലൈക്ഡ് ഹിം വെരി മച്ച്. ആൾക്കാർക്കൊക്കെ അങ്കിളിനെ ഇഷ്ടമായിരുന്നു. എനിക്കും അങ്കിളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വെനെവർ ഐ വാസ് ഇൻ ട്രബിൾ അങ്കിൾ വുഡ് കം ടു ഹെൽപ്പ് മീ. ഞാൻ എപ്പം പ്രശ്നത്തിൽപ്പെട്ടാലും എന്നെ സഹായിക്കാൻ വരുന്നത് ആരാണ്? അങ്കിളാണ്. ഓക്കെ. അറ്റ് ഹോം ഐ ഡിഡ് നോട്ട് ഹാവ് എനി ഫ്രണ്ട് ടു പ്ലേ വിത്ത്. വീട്ടിൽ എനിക്ക് കൂടെ കളിക്കാൻ സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് മൈ ഗോയിങ് ഔട്ട് ടു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. ഗ്രാൻഡ് ഫാദറിനാണെങ്കിൽ എന്ത് ഇഷ്ടമല്ല? രാജ പുറത്ത് പോയി കളിക്കുന്നത് ഇഷ്ടമല്ല. ഹി ബിലീവ്ഡ് ദാറ്റ് ഐ വുഡ് ബി സ്പോയിൽഡ് ഇഫ് ഐ ഡിഡ് സോ. ഗ്രാൻഡ് ഫാദർ എന്താ വിശ്വസിച്ചേ? രാജ പുറത്തു പോയി കളിക്കുകയാണെങ്കിൽ അവൻ്റെ സ്വഭാവം ചീത്തയാവുമെന്ന് ഗ്രാൻഡ് ഫാദർ വിചാരിച്ചു. അതർ ചിൽഡ്രൻ ഡിഡ് നോട്ട് ലൈക്ക് ടു കം ടു അവർ ഹൗസ് ബിക്കോസ് ദേ വർ അഫ്രൈഡ് ഓഫ് ഗ്രാൻഡ് ഫാദർ. ബാക്കിയുള്ള കുട്ടികളാണെങ്കിൽ വീട്ടിലേക്കും വരില്ല. കാരണം എന്താ? ഗ്രാൻഡ് ഫാദറിനെ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ. എറ്റ് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് ഡൽ. പക്ഷെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയുള്ള ജീവിതം അത്ര രസമില്ലാത്തതൊന്നും ആയിരുന്നില്ല. രസമുള്ള ജീവിതം തന്നെ ആയിരുന്നു. I liked my home and the very large garden all around it. Raja liked his home. രാജയുടെ വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ദ വെരി ലാർജ് ഗാർഡൻ അറൗണ്ട് ഇറ്റ്. ആ വീടിൻ്റെ ചുറ്റും വലിയൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടവും രാജയ്ക്ക് നല്ല ഇഷ്ടമായിരുന്നു. ദർ വർ മെനി ട്രീസ് ഇൻ ദ ഗാർഡൻ. ആ പൂന്തോട്ടത്തിൽ ഗാർഡനിൽ എന്തുണ്ടായിരുന്നു? ദർ വർ ലോട്ട്സ് ഓഫ് ട്രീസ്. ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. കോക്കനട്ട് ട്രീസ്, മാംഗോ ട്രീസ് ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് ട്രീസ് വർ ദേർ. ഓക്കെ. തെങ്ങുകളും മാവുകളും പിന്നെ അതല്ലാത്ത വേറെ ഒരുപാട് മരങ്ങൾ ആ ഗാർഡനിൽ ഉണ്ടായിരുന്നു. ദർ വർ ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഹണി ബീസ്. പക്ഷികളും പൂമ്പാറ്റകളും തേനീച്ചകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗാർഡൻ ആയിരുന്നു അത്. ദർ വർ മെനി ടാങ്ക്സ് വിത്ത് പ്ലെന്റി ഓഫ് ഫിഷ് ഇൻ ദം. ഒരുപാട് ടാങ്കുകൾ ഉണ്ടായിരുന്നു. എന്തിൻ്റെ ടാങ്കുകളായിരുന്നു അത്? ദേ വർ ഫിഷ് ടാങ്ക്സ് ആൻഡ് ദർ വർ എ പ്ലെന്റി ഓഫ് ഫിഷ്. പ്ലെന്റി മീൻസ് ലോട്ട്സ് ഓഫ്. ഒരുപാട് മീനുകളുള്ള ഫിഷ് ടാങ്കുകൾ ഉണ്ടായിരുന്നു. ഫിഷ് ടാങ്കുകൾ ഉണ്ടായതുകൊണ്ട് എന്താ ഉണ്ടായത്? കിങ്ഫിഷേഴ്സ് ആൻഡ് സ്റ്റോക്സ് ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് യു നോ അബൌട്ട് ദാറ്റ്. കിങ്ഫിഷർ എന്ന് പറഞ്ഞാൽ നീലപ്പൊന്മാൻ. സ്റ്റോക്സ് മീൻസ് നമ്മുടെ കൊക്കില്ലേ, കൊക്ക്, അത്. ആൻഡ് അതർ വാട്ടർ ബേർഡ്സ് കെയിം ടു ദ ടാങ്ക്സ് ടു ക്യാച്ച് ദ ഫിഷ്. അങ്ങനെയുള്ള വെള്ളത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് പക്ഷികൾ വന്നിട്ട് ഈ ടാങ്കിലുള്ള മീനുകൾ പിടിക്കാൻ വരും. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോ. ഇൻ എ കോർണർ ഓഫ് ദ കോമ്പൗണ്ട് വാസ് എ ഗ്രോ. ഈ കോമ്പൗണ്ടിൻ്റെ ഒരു മൂലയിലായിട്ട് ഒരു ഗ്രോവ് ഉണ്ട്. ഗ്രോ മീൻസ് ഗ്രൂപ്പ് ഓഫ് ട്രീസ് എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് ഒരു തോപ്പ്. ലൈക്ക് നമ്മുടെ തെങ്ങ് തോപ്പ്, കവുങ്ങ് തോപ്പ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു തോപ്പ്.
were trees, shrubs and creepers grew wild. അവിടെ എന്തുണ്ടായിരുന്നു? വലിയ വലിയ മരങ്ങളുണ്ടായിരുന്നു. ഷ്രബ്സ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ ഉണ്ടായിരുന്നു. ആൻഡ് ക്രീപ്പേഴ്സ്, വള്ളിച്ചെടികൾ. ആൻഡ് ദേ ഗ്രൂ വൈൽഡ്, ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിച്ച കുറ്റിച്ചെടികളും വള്ളിച്ചെടികളൊക്കെ ഈ ഗ്രോവിലുണ്ടായിരുന്നു. ജാക്കിൾസ്, മംഗൂസ്, വൈൽഡ് കാറ്റ്സ് ആൻഡ് ഓൾസ് ലിവ്ഡ് ഇൻ ദ ഗ്രോവ്. അപ്പോൾ ഈ ഗ്രോവിൽ ജീവിച്ചിരുന്ന ജീവികൾ എന്തൊക്കെയായിരുന്നു? ജാക്കിൾസും മംഗൂസും വൈൽഡ് കാറ്റ്സും ഒക്കെ. ജാക്കിൾസ് മീൻസ് ലൈക്ക് ഫോക്സ്. മംഗൂസസ് മീൻസ് നമ്മുടെ കീരി. വൈൽഡ് കാറ്റ്സ് മീൻസ് നമ്മുടെ കാട്ടുപൂച്ചയില്ലേ അത്. പിന്നെ ഓൾസ് മീൻസ് മൂങ്ങ. സോ ദേ ഓൾ ടുഗെദർ ലിവ്ഡ് ഇൻ ദിസ് ഗ്രോവ്. Okay. We had many cows, bulls and bullocks. Okay. They had bulls and bullocks. Little calves played and ran about in our garden. ചെറിയ പശുക്കിടാങ്ങൾ. Little calves means baby cows. Okay. Little calves means പശുക്കിടാങ്ങൾ. Played and ran about in our garden. നമ്മുടെ ഗാർഡനിലൂടെ ഓടിക്കളിക്കുമായിരുന്നു. ഐ ലൈക്ക് ടു പ്ലേ വിത്ത് ദ കാവ്സ് ആൻഡ് ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. അപ്പം ഈ പശുക്കിടാങ്ങളെ കൂടെ കളിക്കാനും പിന്നെ ഐ ലൈക്ക് ടു വാച്ച് ദ ബേർഡ്സ് ഇൻ ദ ഗാർഡൻ. ഈ ഗാർഡനിൽ വരുന്ന പക്ഷികളെ ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ രാജയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ ലുക്ക്ഡ് ഫോർ ജാക്കിൾസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഗ്രോ. ഈ തോപ്പിൽ നിന്ന് കുറുക്കന്മാർ വരുന്നത് രാജ ഇങ്ങനെ നോക്കിയിരിക്കും. ഓക്കെ. I ran after mongoose and reptiles. എഴജന്തുക്കൾ, പാമ്പ്. I ran after mongoose and I caught butterflies and reptiles. അപ്പം രാജ എന്താ ചെയ്തത്? He used to run after mongoose. കീരികളുടെ പിന്നാലെ എങ്ങനെ ഓടും. and I caught butterflies. പിന്നെ പൂമ്പാറ്റകളെ പിടിക്കും. ആൻഡ് റെപ്റ്റൈൽസ് ടു, എഴജന്തുക്കളെ വരെ പിടിക്കും ആര്? രാജ. അപ്പം ഈ സ്റ്റോറി കേട്ടിട്ട് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? രാജ വാസ് എ നോട്ടി ബോയ്. കുറച്ചൊക്കെ വികൃതിയുള്ള ബോയാണ് രാജ. Let's stop the class for today here. Other subtitles we can take in the next classes. ഇത് സബ്ടൈറ്റിൽസോട് കൂടി എഴുതുന്ന സ്റ്റോറി ആയതുകൊണ്ട് കുറച്ച് ലെങ്തിയാണ്. അപ്പം ഇത് ലെങ്ത് കൂടുകയുള്ളൂ ക്ലാസ്സിൻ്റെ. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Another thing that I have to tell is that meaning of some new words are given in the end. You can write it down in your notebook. നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിൻ്റെ പുതിയ പദങ്ങളുടെ അർത്ഥം ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങളുടെ പുസ്തകത്തിൽ അത് എഴുതിയെടുക്കാവുന്നതാണ്. So children, if you find this video useful and helpful for you, please don't forget to subscribe and share it with your friends, families and relatives. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെ ഒക്കെ അടുത്തൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ടെൽ ദം ടു സബ്സ്ക്രൈബ് ടു. That's all for today. Thank you.